പൊങ്കാലയിടുന്നവർ ഒരു കാരണവശാലും അറിവില്ലായ്മ കൊണ്ട് പോലും ചെയ്യുവാൻ പാടില്ലാത്ത ചില തെറ്റുകളുണ്ട്. അതായത് ഈ മാർച്ച് മാസം 3-ാം തീയതി ചൊവ്വാഴ്ചയാണ് അതിമഹത്തായ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. വീടിൻ്റെ വിളക്കുകളായ ആയിരക്കണക്കിന് സ്ത്രീകൾ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം മനസ്സ് തുറന്ന് അമ്മയോട് പറയുവാനും അമ്മയുടെ കടാക്ഷം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുമായി കാത്തിരിക്കുന്ന ദിവസം. അതായത് നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം അമ്മ സ്വീകരിക്കുകയും അതേപോലെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അമ്മ സാക്ഷാത്കരിച്ചു നൽകുകയും ചെയ്യുവാനായി കഴിക്കുന്ന ഒരു വഴിപാടായിട്ട് തന്നെയാണ് ഈ പൊങ്കാലയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസം 3-ാം തീയതി പൊങ്കാലയിടുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മനസ്സുകൊണ്ട് വളരെയധികം ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പോലും ചെയ്യുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ അർഹരാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ചില മാനദണ്ഡങ്ങളുമുണ്ട്. അതായത് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് നോക്കുമ്പോൾ എല്ലാവരും പൊങ്കാലയിടുവാൻ അർഹരല്ല. മാത്രമല്ല ചില പ്രവൃത്തികൾ പൊങ്കാലയിടുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തിന് പകരം ഒട്ടനവധി ദോഷങ്ങൾക്ക് കാരണമാകും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹ കടാക്ഷത്തിന് പകരം അമ്മയുടെ കോപാഗ്നിക്ക് ഇരയാകുവാനായിരിക്കും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാരണമാകുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ത്രീകളാണ് ഈ പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ പാടില്ലാത്തവരെന്നും അതുപോലെ പൊങ്കാലയിടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്തതുമായ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി നിങ്ങൾ പൊങ്കാലയിടുമ്പോൾ ചെയ്യുവാൻ പാടില്ലാത്ത തെറ്റുകളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. അത് പറഞ്ഞതിന് ശേഷം ഏതൊക്കെ സ്ത്രീകളാണ് പൊങ്കാലയിടുവാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റിയും വിശദമായി പറയുന്നതായിരിക്കും. അപ്പോൾ ഈ പൊങ്കാലയിടുന്നത് ഒന്നെങ്കിൽ ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ആറ്റുകാൽ അമ്മയെ സങ്കല്പിച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ എവിടെ വെച്ചാണ് നിങ്ങൾ പൊങ്കാലയിടുവാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നതിനെ പറ്റി തീർച്ചയായും എഴുതി അറിയിക്കുക. ഇനി എവിടെയാണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാലിന്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ഭാഗം വേണം നിങ്ങൾ പൊങ്കാലയിടാൻ തിരഞ്ഞെടുക്കുവാൻ. അതായത് ഒരു കരിയിലെങ്കിലും കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അത് മാറ്റി അവിടം വൃത്തിയാക്കിയതിനു ശേഷം വേണം അവിടെ പൊങ്കാലയിടാൻ തുടങ്ങുവാൻ. ഇനി അത് ശ്രദ്ധിക്കാതെ ശുദ്ധീകരിക്കാത്ത നിലത്താണ് നിങ്ങൾ പൊങ്കാലയിടുന്നതെങ്കിൽ അമ്മയുടെ കടാക്ഷത്തിന് പകരം ചില ദോഷകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുക. ഇനി അതുമാത്രമല്ല, നിങ്ങൾ പൊങ്കാലയിടാൻ ഉപയോഗിക്കുന്ന മൺചട്ടിക്കും അത്രയേറെ പ്രാധാന്യമുണ്ട്. അതായത് ഒരു കാരണവശാലും മുൻപ് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച മൺകലമോ അതല്ലാതെ എന്തെങ്കിലും പരിക്ക് പറ്റിയ മൺകലമോ ഉപയോഗിക്കുവാൻ പാടില്ല. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ട് ചില ആളുകൾ വിള്ളലുള്ളതും പൊട്ടിയതുമായ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ പ്രവൃത്തി ദേവീകോപത്തിന് ഇടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അതുപോലെ എടുത്തു പറയേണ്ട ഒരു തെറ്റാണ്, എല്ലാവരുമല്ലെങ്കിലും ചുരുക്കം ചില സ്ത്രീകൾ പൊങ്കാലയിടുന്ന ഈ പുണ്യപ്രവൃത്തിയെ വെറും ഒരു ആചാരമായി മാത്രം കാണുകയും വളരെ അശ്രദ്ധയോടെയും
തമാശ രൂപേണയും ഈ ഒരു കർമ്മം ചെയ്തു തീർക്കുന്നത്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പമോ നിങ്ങളുടെ അയൽക്കാരോടൊപ്പമോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളി തമാശകൾ പറഞ്ഞുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അശ്രദ്ധയോടെയും ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ ഒരു പൊങ്കാലയിടൽ എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നത് മാത്രമല്ല, ജീവിതത്തിൽ കണ്ണുനീർ തോരാത്ത തരത്തിലുള്ള ഒട്ടനവധി ദുരനുഭവങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായും വരും. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയുമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിന് വിപരീതമായി കുടുംബം തന്നെ തകരുന്ന തരത്തിലുള്ള അവസ്ഥയായിരിക്കും ഈ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അനുഭവത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെയും ശ്രദ്ധയോടെയും ഈ ഒരു കർമ്മം ചെയ്യുവാൻ കഴിയുന്നവർ മാത്രം പൊങ്കാലയിടുവാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ഉത്തമം. ഇനി പൊങ്കാല തിളച്ചൊഴുകുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് എത്ര നന്നായി പൊങ്കാല തിളച്ചൊഴുകുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ കുടുംബത്തിനും അമ്മയുടെ കടാക്ഷത്താൽ അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്ന് സാരം. എന്നാൽ ഈ ഒരു സമയത്താണ് നിങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു തെറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് പൊങ്കാല തിളച്ച് പൊങ്ങുന്ന സമയത്ത് മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനോ ശാപവാക്കുകൾ വാക്കുകൊണ്ട് പറയുവാനോ മറ്റുള്ള ഒരു വ്യക്തികളെ പറ്റിയും ദോഷം ചിന്തിക്കുവാനോ പാടില്ല. അതായത് നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനയായിരുന്നാൽ പോലും അതിൽ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ചിന്ത പോലും പാടില്ല. അത്തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ സംസാരങ്ങളോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതിന് നേർവിപരീതവും ഇരട്ടിയുമായിട്ടുള്ള കാര്യങ്ങൾ ദോഷകരമായി നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഇനി ചുരുക്കം ചിലർക്ക് മാത്രമുള്ള ഒരു സ്വഭാവമാണ് വഴിപാടിൽ അഹങ്കാരം കാണിക്കുക എന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളിട്ട പൊങ്കാല മാത്രമാണ് ഏറ്റവും നന്നായി വന്നിട്ടുള്ളത് എന്ന് ചുറ്റും നിൽക്കുന്നവരോട് പറയുക. അതായത് മറ്റുള്ളവരുടെ പൊങ്കാല ഒന്നും നന്നായി വന്നിട്ടില്ല, നിങ്ങളുടേതാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്നുള്ള ചിന്തയോ സംസാരമോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത് ദേവീ പ്രീതിക്ക് പകരം അമ്മയുടെ കോപത്തിന് കാരണമാകുന്ന ഒരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങളോ പ്രവൃത്തിയോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അന്നേ ദിവസം ഉണ്ടാകുന്നില്ല എന്നത് ഉറപ്പുവരുത്തുക. ഇനി വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം വഴിപാട് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാറുണ്ട്. അതായത് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതെ പാതി വഴിക്ക് വെച്ച് എന്ത് കാരണം കൊണ്ടായിരുന്നാലും വഴിപാട് ഉപേക്ഷിക്കുന്നത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മടങ്ങാവൂ. അതല്ലാതെ പൊങ്കാല തിളച്ചതിനു ശേഷം ദേവിക്ക് സമർപ്പിക്കാതെ നിങ്ങൾ മടങ്ങുന്നത് അതീവ ദോഷകരമായ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ കണ്ണുനീർ തോരാത്ത സമയമുണ്ടാകുമെന്നത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെ ഒരു കാരണവശാലും പൊങ്കാല സമർപ്പിക്കുന്ന സമയത്ത് ദേവിയെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ചിന്താഗതികളോ സംസാരമോ ഒന്നും തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പാടില്ല. അതായത് ഇത് ചെയ്താൽ ഇത് സംഭവിക്കുമോ എന്നുള്ള ഒരു വെല്ലുവിളി നിറഞ്ഞ ചിന്ത അമ്മയുടെ മുൻപിൽ നിങ്ങൾക്ക് പാടില്ല. അത്തരത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന്
മരണദുഃഖം പോലെയുള്ള കടുത്ത ദോഷങ്ങൾ വരെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതിനാൽ അത്തരത്തിലുള്ള ആപത്തുകളെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പൂർണ്ണമായി ഒഴിവാക്കണം. ഒപ്പം തന്നെ നിങ്ങൾ തീർത്തും ചെയ്യുവാൻ പാടില്ലാത്ത അടുത്ത ഒരു തെറ്റ് എന്ന് പറയുന്നത് പൊങ്കാല കഴിഞ്ഞ് പ്രസാദം അവഗണിക്കുന്നതാണ്. ഇത് അമ്മയോട് നിങ്ങൾ മുഖം തിരിഞ്ഞ് നടക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, പ്രസാദം മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുവാൻ നിങ്ങൾ മടി കാണിക്കുന്നതും ദോഷകരമായ കാര്യം തന്നെയാണ്. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പോലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പ്രധാനമായി ആദ്യം തന്നെ നിങ്ങൾ പൊങ്കാലയിടുന്ന ദിവസം, അതായത് മാർച്ച് 3-ാം തീയതി പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുകയും കുളിച്ച് ശുദ്ധിയോടെ മാത്രം ഇറങ്ങി പുറപ്പെടുകയും വേണം. ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സും ശരീരവും അതേ രീതിയിൽ ശുദ്ധമായിരിക്കണം. മറ്റുള്ളവരോടുള്ള ദേഷ്യമോ അസൂയയോ പകയോ ഒന്നും മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമൊന്നുമില്ല എന്നത് മാത്രമല്ല, അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് വലിയ ആപത്തായി വന്നേക്കാം. ഇനി പൊങ്കാല എന്ന് പറയുന്നത് സ്ത്രീകൾ വ്രതം നോറ്റ് വ്യക്തിപരമായി ചെയ്യുന്ന ഒരു വഴിപാടാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് പൊങ്കാലയിടുന്നതെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ വീട്ടിലുള്ളവരുടെ ശുദ്ധിക്കും വീട്ടിലുള്ളവർ ചെയ്യുന്ന പ്രവർത്തികൾക്കും അല്പം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതായത് പൊങ്കാലയിടുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളോ മദ്യപിക്കുകയും മാംസാഹാരം കഴിക്കുകയും വ്രതശുദ്ധി ലംഘിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ പൊങ്കാലയിടുകയാണെങ്കിൽ അത് ദോഷകരമായ ഒന്ന് തന്നെയാണ്. ഇനി ഇത്തരത്തിൽ വീട്ടിലെ മറ്റുള്ള വ്യക്തികൾ കാണിക്കുന്ന പ്രവർത്തികളെ നിങ്ങൾ കണക്കാക്കേണ്ടത് നിങ്ങൾ വീട്ടിലാണ് പൊങ്കാലയിടുന്നത് എങ്കിൽ മാത്രമാണ്. അതല്ലാതെ ക്ഷേത്രത്തിൽ പോയാണ് നിങ്ങൾ പൊങ്കാലയിടുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വ്രതശുദ്ധി മാത്രം നോക്കിയാൽ മതിയാകും. ഇനി നിങ്ങൾ പൊങ്കാലയിടുന്ന സമയത്ത് ചെയ്യുന്ന തെറ്റുകൾ ഒഴിവാക്കിയേ തീരൂ എന്നതുപോലെ തന്നെ ഒരുപക്ഷെ അതിലേറെ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഈ പൊങ്കാലയിടാൻ അർഹതയുള്ള ഒരു സ്ത്രീയാണോ എന്നുള്ള തിരിച്ചറിവ്. കാരണം ചില സ്ത്രീകൾ പൊങ്കാലയിടുന്നത് ഗുണത്തിനു പകരം ദോഷകരമായ കാര്യങ്ങളെയും അനർത്ഥങ്ങളെയും ക്ഷണിച്ചു വരുത്തും. അപ്പോൾ ഏതൊക്കെ സ്ത്രീകളാണ് പൊങ്കാലയിടാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റിയാണ് ഇനി പറയുവാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി തന്നെ വരുന്നത് വ്രതശുദ്ധി നോക്കുവാനുള്ള ക്ഷമയും വ്രതശുദ്ധി നോക്കുവാൻ കഴിയാത്തവരുമായിട്ടുള്ള സ്ത്രീകളാണ്. അതായത് മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച പൊങ്കാലയിടുന്നതിന് തൊട്ട് മുൻപുള്ള 24 മണിക്കൂർ സമയം ലൗകിക മോഹങ്ങളെ വെടിഞ്ഞ് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാംസാഹാരം ഒഴിവാക്കി ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് മനസ്സും ശരീരവും നിങ്ങൾ പാകപ്പെടുത്തണം. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ജോലിക്ക് പോകരുതെന്നോ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ട എന്നോ പട്ടിണി കിടക്കണമെന്നോ അല്ല അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അമ്മയ്ക്ക് മുൻപിൽ നിൽക്കുവാനുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്യുക. അതായത് ഒരേ സമയം ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇനി അതല്ലാതെ പൊങ്കാലയിടുന്നതിന് തലേ ദിവസം വരെ മാംസാഹാരം കഴിക്കുകയും മദ്യപാനം പുകവലി പോലെയുള്ള ദുശീലങ്ങൾ തുടരുകയും ലൗകിക കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ പൊങ്കാലയിടുവാൻ പോകരുത്. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവഹാനിക്ക് വരെ കാരണമാകും. അതായത് അമ്മ എന്ന് പറയുന്നത് സംരക്ഷണത്തിൻ്റെയും
സംഹാരത്തിൻ്റെയും ഒന്നിച്ചുള്ള രൂപമാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ വ്രതശുദ്ധി നോക്കുവാൻ കഴിയാത്ത ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ പൊങ്കാലയിടാൻ അർഹരല്ല. ഇനി രണ്ടാമതായിട്ട്, നിങ്ങൾ പുലയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പൊങ്കാലയിടാൻ പാടില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും മരിച്ചതിനു ശേഷം 16 അടിയന്തരം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പൊങ്കാലയിടുന്നത് നല്ലതല്ല. അത് അതിയായ ദോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പൊങ്കാലയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുക. ഇനി അത് നിസ്സാരമായി കണ്ടുകൊണ്ട് നിങ്ങൾ പൊങ്കാലയിടുന്നതിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുടുംബത്തിൽ മറ്റുള്ള വ്യക്തികൾക്കും മരണം വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വരെ ഉണ്ടായേക്കാം. ഇനി അതുമാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യക്തി മരിച്ചുവെങ്കിൽ മരിച്ച് 1 വർഷം കഴിയാതെ, അതായത് ആണ്ടുബലി കഴിയാതെ നിങ്ങൾ പൊങ്കാലയിൽ പങ്കെടുക്കരുത്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വല്യച്ഛൻ മരിച്ചു എന്നിരിക്കട്ടെ. ആ മരണം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും ഈ പൊങ്കാലയിൽ പങ്കെടുക്കരുത്. ഇനി ആ വല്യച്ഛൻ നിങ്ങളുടെ വീട്ടിലല്ലാതെ മറ്റേതെങ്കിലും മക്കളുടെ വീട്ടിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പൊങ്കാലയിൽ പങ്കെടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതായത് ഒരേ വീട്ടിൽ താമസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികൾ മരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇനി നാലാമതായി, പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ പാടില്ലാത്ത സ്ത്രീകളുടെ ഗണത്തിൽപ്പെടുന്നത് ആർത്തവ സമയത്തുള്ള സ്ത്രീകളാണ്. അതായത് നിങ്ങൾക്ക് ആർത്തവം തുടങ്ങി 7 ദിവസം കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പൊങ്കാലയിടാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് പൊങ്കാലയിടാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങി വരികയും ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ആർത്തവം വരുന്നതെങ്കിൽ പോലും നിങ്ങൾ മനസ്സ് വിഷമിക്കാതെ അതിൽ നിന്ന് പിൻവാങ്ങുക. കാരണം നിങ്ങൾ ദേവിക്ക് അത്രയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നുവെന്ന് ദേവി തിരിച്ചറിയുകയും അതിൻ്റേതായ അനുഗ്രഹ കടാക്ഷങ്ങൾ നിങ്ങൾ ഈ ഒരു കർമ്മത്തിൽ പങ്കുചേർന്നില്ലെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. എന്നാൽ നേരെ മറിച്ച് അത് കൂട്ടാക്കാതെ നിങ്ങൾ പൊങ്കാലയിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വൻ ദോഷങ്ങൾക്ക് കാരണമാകും. ഇനി അഞ്ചാമതായി വരുന്നത് വാലായ്മയുള്ള സ്ത്രീകളാണ്. അതായത് നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും പ്രസവിച്ച് 11 ദിവസം തികഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പൊങ്കാലയിടാൻ പാടില്ല. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളുടെ മകൾ പ്രസവിച്ചിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ഒരു പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളവരല്ല. നേരെമറിച്ച് 11 ദിവസം കഴിഞ്ഞ് 12ാമത്തെ ദിവസമാണ് മാർച്ച് 3-ാം തീയതി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പൊങ്കാലയിടുന്നതിൽ ഒരു തടസ്സവുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ മഹാവിപത്തുകളെയും ദോഷങ്ങളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആറാമതായി വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളാണ്. അതായത് നിങ്ങൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയാണെങ്കിൽ കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പൊങ്കാലയിടുവാൻ പാടുള്ളൂ. ഇനി നേരെ മറിച്ച് കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ അർഹരല്ല. ഇനി അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ തീർച്ചയായും ഉണ്ടാകും. പ്രത്യേകിച്ച് ആരോഗ്യ പ്രതിസന്ധികളും അനർത്ഥങ്ങളും കുടുംബത്തെയും കുഞ്ഞിനെയും തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ദോഷമാണ് ഇത്. അപ്പോൾ നിങ്ങൾ പൊങ്കാലയിടുവാനായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുക. ഇത് ഒരു വിധത്തിലുള്ള ദോഷങ്ങളും നിങ്ങളെ ബാധിക്കാതെ അമ്മയുടെ അനുഗ്രഹ കടാക്ഷത്തെ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും.
അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.